ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമുക്കൊരു വലിയൊരു ലോഡ് പ്ലാന്റ് ഇന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്ന് എടുത്തു. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമുക്കിന്ന് വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ലൊരു ലോഡ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വരുന്നത് മാൻഡിവില്ലയാണ് മെയിനായിട്ട് വരുന്നത്. മാൻഡിവില്ലയുടെ റെഡ്, പിങ്ക്, വൈറ്റ് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിലൊക്കെ നമുക്കിതേ മാൻഡിവില്ല എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലെത്തിച്ചു, അൺബോക്സ് ചെയ്തു. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വള്ളി വീശിയിട്ടുള്ള മാൻഡിവില്ലയുടെ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. കുറേ എണ്ണത്തിൽ പിങ്കിലൊക്കെ നമുക്ക് മൊട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വൈറ്റ് ആണ്. അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ്. ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ എടുത്ത സൈസ് കാണിച്ചു തരുന്നുണ്ട്. ഇതിനകത്തു നിന്ന് നമുക്ക് എങ്ങനെയാണോ എടുക്കാൻ പറ്റുന്നത് ആ ഒരു എടുക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ വലുത് നോക്കി സെലക്ട് ചെയ്ത് എടുത്തതൊന്നുമല്ല. അപ്പോൾ ഈ കാണുന്ന നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി ഇത് വരുന്നത് നമുക്ക് റെഡാണ് ഇതിനകത്ത് ഇത്തിരി ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ചില പ്ലാന്റ്സിനകത്ത് അത്യാവശ്യം വലുതായി കിടക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. 2-3 ബോക്സ് മാത്രമാണ് കേട്ടോ ചെയ്തത്. ഇതാണ് ഇതിലെ ചെറിയ സൈസ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് 1-2 സൈസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പ്ലാന്റ്സ് നമുക്ക് വന്നെങ്കിലും യാതൊരു ക്ഷീണവും ഇല്ല. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കോംബോ ഒക്കെ ആയിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പിങ്ക് ആണ് കേട്ടോ. ഈ പിങ്കിനകത്ത് കണ്ടില്ലേ മൊട്ടുകൾ വന്നു തുടങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാൻഡിവില്ല അല്ലാതെ ഗോൾഡൻ സൈപ്രസ് എന്നൊരു പ്ലാന്റ് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 പ്ലാന്റ്സിൻ്റെയും റേറ്റ് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിനകത്തേക്ക് 350 രൂപയാണ് കേട്ടോ. നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ അതല്ല നോർമൽ DTDC വഴിയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരാം. നിങ്ങൾ ആവശ്യമുള്ളവർക്ക് പ്ലാന്റ് അയക്കുമ്പോൾ അതിനകത്ത് ഏത് സർവീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു തരാം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്പീഡ് പോസ്റ്റാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 2-3 ദിവസത്തിനകം പ്ലാന്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ സൈപ്രസ് എന്നൊരു മരമാണ് അത് കാണുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് ഒരുപാട് ഹൈറ്റ് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് വിടാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു വലിയൊരു ചെടിക്ക് തന്നെ 100 രൂപയുടെ മേലെയൊക്കെ റേറ്റ് വരുന്നുണ്ട്. 120-150 രൂപയ്ക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് നമ്മൾ വെറും 50 രൂപ മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതേ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് അത്യാവശ്യം ഉണ്ട്. ഈ 4 പ്ലാന്റ്സും ഒന്നിച്ച് ആവശ്യമുള്ളവർക്ക് നമുക്ക് 350 രൂപയും കൂടെ 50 രൂപ, അത് 400 രൂപയായിട്ട് GPay ചെയ്തിട്ട് നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. വരും ദിവസങ്ങളിലായിട്ട് ഇത് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും.